ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഉണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള കാര്യവും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുന്നില്ല. അത് കാണുമ്പോൾ ഭയങ്കര നാണക്കേടാണ് തോന്നുന്നത്. ഞങ്ങൾ BJP-ക്കാരൊന്നും ഇതേ കണക്കുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഇതാണ് കോൺഗ്രസ്സിനെതിരെ ഒരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കുറേയധികം നെഗറ്റീവായിട്ടൊക്കെ റോബിന് മെസ്സേജൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ഓഡിയോ റോബിൻ എന്താണ് ഫുള്ളായിട്ട് പറഞ്ഞതെന്നുള്ള ഒരു കാര്യം ഓഡിയോ ഞാനിവിടെ വെക്കുന്നുണ്ടോ എന്ന് കേട്ട് നോക്കൂ. എല്ലാവരും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. നന്ദി പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഞാനൊരു കുണ്ട്രക്കാരനല്ലാഞ്ഞിട്ട് കൂടി ഏകദേശം 19,000 വോട്ട് അടുപ്പിച്ച് എനിക്ക് ലഭിച്ചു. എനിക്ക് വേണ്ടി സിൻസിയറായിട്ട് വോട്ട് ചെയ്ത, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, കുണ്ട്രയിലെ എല്ലാ ജനങ്ങൾക്കും എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും പുച്ഛമായിട്ട് അല്ലെങ്കിൽ കഷ്ടമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കോൺഗ്രസ് എന്തായാലും ജയിച്ചു അല്ലേ, കോൺഗ്രസ് ആണ് കേരളം ഭരിക്കുന്നത്. പക്ഷെ ഞാനിപ്പോ മെയിൻ സ്ട്രീം ചാനൽസിൽ കുറച്ച് ന്യൂസ് കണ്ടതാണ്. അവരുടെ CM ആകാൻ വേണ്ടിയുള്ളൊരു അടി, അതിൽ തന്നെ സത്യം പറഞ്ഞാൽ തർക്കം. അത് മാത്രമല്ല, അവരുടെ ഈ നേതാക്കളുടെ ഫ്ലെക്സുകൾ പല സ്ഥലത്തും അവരുടെ തന്നെ പ്രവർത്തകർ വലിച്ചു കീറുന്നതായിട്ടും കണ്ടു. സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നി, കഷ്ടം തന്നെ തോന്നി, പരമകഷ്ടം. എന്തായാലും നമ്മള് BJP-കാരുടെ ഇടയിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല, മനസ്സിലായില്ലേ. നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് മാത്രം മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. പിന്നെ അഭിമാനത്തോടെ എനിക്ക് പറയാം, ഞാനൊരു BJP-കാരനാണ്. അല്ലാതെ ഈ പറഞ്ഞ പ്രവർത്തകർ ലീഡേഴ്സിന്റെ ഫ്ലക്സും കാര്യങ്ങളെല്ലാം വലിച്ചു കീറുന്ന രീതിയിൽ അത്രയും തഴന്താർന്ന ഒരു പാർട്ടിയിലല്ല ഞാൻ എന്നുള്ളത് എനിക്ക് സന്തോഷപൂർവ്വം പറയാം. അപ്പം ഇത് ആർക്കെങ്കിലും ഇത് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ വേറൊന്നും കൊണ്ടല്ല, ഇത് പരമമായ സത്യം മാത്രമാണ് ഞാൻ വിളിച്ച് പറയുന്നത്. അല്ലെ, ഇന്നത്തെ ന്യൂസ് ചാനൽസിലെല്ലാം കാണുന്നുണ്ടായിരുന്നു അല്ലെ. മോശമായിട്ടുള്ളൊരു കാര്യം, മോശം 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 മോശം. ഇതായിരുന്നു ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർക്കല്ല ഒരുപാട് നന്ദിയുണ്ട്. ഞാനൊരു കുണ്ട്രക്കാരനൊന്നും അല്ലായിരുന്നു, എന്നിട്ട് പോലും എനിക്ക് വേണ്ടി വോട്ട് ചെയ്തത് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. എന്തായാലും ഇപ്പം കോൺഗ്രസ് ആണ്, ഇവിടെ UDF ആണ് ഭരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതുപോലുള്ള മുഖ്യമന്ത്രി ആരാവണം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പ്രവർത്തകർ തന്നെ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് മറ്റുള്ള നേതാക്കളുടെ പോസ്റ്റർ വലിച്ചു കയറുകയോ ഇതൊക്കെ കാണുമ്പോഴത്തേന് ഭയങ്കര പുച്ഛമാണ് തോന്നുന്നത്. എന്തായാലും ഞങ്ങളുടെ പാർട്ടി BJP-യിൽ ഇതേ കണക്കുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും ഇത് കാണുന്ന സമയത്ത് കുറേയധികം പേർക്കെങ്കിലും വിഷമം ഉണ്ടാവും ഇതിന് പാർട്ടിക്കെതിരെ പറയുന്നത്. പക്ഷേ ഇതാണ് സത്യം എന്നുള്ള രീതിയിലാണ് ഡോക്ടർ റോബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ റോബിൻ പറഞ്ഞ ഈ ഒരു കാര്യത്തോട് നിങ്ങൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത്, നിങ്ങളുടെ മറുപടി എന്താണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് പറയുക.